ഇന്നൊരു ലാമ്പാവാം. ആദ്യം 2 A4 സൈസുള്ള പേപ്പർ എടുക്കുക. ഞാൻ ഗ്ലാസ് പേപ്പർ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന പേപ്പർ ഇല്ലേ, അതാ എടുത്തത്. ഏതായാലും കുഴപ്പമില്ല. പിന്നെ 10 സെന്റിമീറ്ററുള്ള 4 സ്റ്റിക്കും 15 സെന്റിമീറ്ററുള്ള 4 സ്റ്റിക്കും എടുക്കുക. 2 പേപ്പേഴ്സും കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് വീതി കിട്ടാനാണ്. പിന്നെ 15 സെന്റിമീറ്ററുള്ള സ്റ്റിക്ക് മേലെ നിന്ന് താഴോട്ടും 10 സെന്റിമീറ്ററുള്ള സൈഡിലോട്ടും വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. then അറ്റത്ത് ബാക്കി വരുന്ന പേപ്പർ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ മുകളിൽ എക്സസൈസ് വരുന്നതിന് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തിട്ട് താഴോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ലാമ്പ് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല, എന്നാലും ചെയ്തു നോക്കന്നെ. മുകളിലത്തെ ഭാഗം ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു സ്ക്വയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ 4 കോർണർ ഒന്ന് കൈകൊണ്ട് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിന് പുറത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ഡ്രൈ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ മുറ്റത്തുനിന്ന് കുറച്ച് പൂക്കൾ എടുത്തിട്ട് ബുക്കിന്റെ ഉള്ളിൽ കുറച്ച് നേരം വെക്കുക. അപ്പോൾ പ്രസ് ചെയ്ത ഫ്ലവേഴ്സ് കിട്ടും. അത് ഡ്രൈ ഫ്ലവേഴ്സിനേക്കാളും അടിപൊളിയാവും. എനിക്ക് പിന്നെ ക്ഷമയും സമയം കുറവായതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ ചെയ്ത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.